നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് വലിയ മാറ്റങ്ങൾ ജീവിതം തന്നെ മാറിമറിയാൻ കാരണമാകുന്ന സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അത്ഭുതങ്ങളുടെ കലവറയായ രഹസ്യങ്ങളുടെ കലവറയായ ചില അമലുകളാണ് പറയുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ അറിയാത്ത ആരും ഉണ്ടാകില്ല. എന്നാൽ ആ സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട് ഈ പറയുന്ന രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന വമ്പൻ നേട്ടങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്കിതൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കും. മാത്രമല്ല, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേട്ടതെല്ലാം മനഃപ്പാഠമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ മോന് തീരെ പഠിക്കുന്നില്ല, എൻ്റെ മോള് തീരെ പഠിക്കുന്നില്ല, സ്കൂളിൽ നിന്നും മദ്രസയിൽ നിന്നൊക്കെ കംപ്ലൈൻ്റ് ആണ്, പഠനത്തിൽ പിന്നോട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന പല ആളുകളുണ്ട്. ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും വഴി പറഞ്ഞു തരുമോ എന്ന്. അവർക്ക് ആ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊക്കെ ചെയ്താൽ അവിടെ വലിയ മാറ്റം സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളാണ് പറയുന്നത്, ഇങ്ങനെ ചെയ്ത് മനഃപ്പാഠമാകുന്നതിന് വേണ്ടി ഈ ആയത്തുകളൊക്കെ ഓതിയിട്ട് ഒരു പാത്രത്തിൽ എഴുതിയിട്ട് കുടിച്ചപ്പോൾ അത് കുടിച്ചവർക്കൊക്കെ ഈ ഫലം അനുഭവിച്ചറിഞ്ഞതാണ് എന്ന് മഹാനരായ അബൂ ഹാമിദിൻ അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയ ഒരു അമലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളത് പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കിയാൽ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷന് നമ്മുടെ മക്കൾ ദർസിലേക്ക് ചേർക്കണം എന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ നമ്മുടെ മക്കളെയൊക്കെ ദീനീ വഴിയിൽ എപ്പോഴും നിലനിർത്തണം. എന്നാലാണ് ഭാവിയിൽ നമുക്ക് ഉപകരിക്കുന്ന മക്കളായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറേ ന്യൂസുകളൊക്കെ കേൾക്കുന്നില്ലേ, നമ്മുടെ മക്കളുടെ പുതിയ കാലത്തെ സാഹചര്യങ്ങളും വളർച്ചയൊക്കെ കണ്ടിട്ട് ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്നു, മാതാപിതാക്കൾ അനുസരിക്കാതെ ജീവിക്കുന്നു, നിസ്കരിക്കാതെ ജീവിക്കുന്നു. ഇവരൊക്കെ നാളെ ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടോ? ഇവരൊക്കെ ഭാവിയിൽ നമ്മളെ ഖബറും പുറത്ത് വന്നിട്ട് നമുക്ക് ദുആ ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടോ? നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നത് അവർ ദീൻ പഠിച്ചതിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ദീൻ പഠിക്കുക എന്നുള്ളത് വലിയ റിസ്ക്കുള്ള സംഭവമൊന്നുമല്ല. ഇന്ന് മതം പഠിക്കുന്നതോടുകൂടെ ദീന് പഠിക്കുന്നതോടുകൂടെ അവർ സ്കൂൾ നന്നായിട്ട് പഠിക്കുന്നു, അവർ ഡിഗ്രി എടുക്കുന്നു, PG എടുക്കുന്നു. അവർക്ക് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എത്താൻ പറ്റുന്ന മേഖലകളിലേക്കൊക്കെ എല്ലാ ദർസ് സംവിധാനങ്ങളിലും കോളേജുകളിലും അറബിക് കോളേജുകളിലൊക്കെ ദഅവ കോളേജുകളിലൊക്കെ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് ഡോക്ടർമാർ ആലിമീങ്ങളായിട്ട് ഇറങ്ങുന്നു, അഡ്വക്കേറ്റുമാർ ആലിമീങ്ങളായിട്ട് ഇറങ്ങുന്നു, വക്കീലുമാരുണ്ട്, ഗവൺമെൻറ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അതിനൊക്കെ ദർസിലിരുന്ന് പഠിച്ച് തന്നെ എത്രയോ ആളുകൾ അങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലൊന്നും പേടിക്കേണ്ട. നമ്മൾ മതവും ഭൗതികമൊക്കെ ഒരുമിച്ച് പഠിപ്പിച്ചു കൊടുക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ ചേർക്കാം. 10ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് മുതൽ 7 മുതലുള്ള കുട്ടികളെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. 8ാം ക്ലാസ്സിലേക്ക്, 9ാം ക്ലാസ്സിലേക്ക്, 10ാം ക്ലാസ്സിലേക്കൊക്കെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി അഡ്മിഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ കുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എത്ര ക്ലാസ്സിൽ പഠിക്കുന്ന അയച്ചാൽ നമ്മളതിനനുസരിച്ച് നമ്മൾ അറിയിക്കും. അതിനൊരു ചെറിയ ഇൻ്റർവ്യൂ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് നമ്മളതിലെ അഡ്മിഷന് വേണ്ടി അവർ കേപ്പബിൾ ആണെങ്കിൽ നമ്മൾ എടുക്കും എന്നുള്ളത് അറിയിക്കണം. അതേപോലെ തന്നെ എല്ലാ വർഷവും ഉള്ള നമ്മുടെ നോമ്പ് തുറയിലേക്ക് ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇത് പറഞ്ഞിരുന്നു. ഒരു 20 ആൾക്കോ 10 ആൾക്കോ 50 ആൾക്കോ ഒക്കെ നോമ്പ് തുറ ഏറ്റെടുക്കാൻ സാധിക്കുന്നവർ നേരത്തെ അത് അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് റമളാനിലേക്ക് നമ്മൾ നീട്ടിയറിയുന്നൊരു സ്വതക്കായിരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒരുപാട് റമളാനിൽ നമുക്ക് ആഫിയത്തോടു കൂടെ ജീവിക്കാനും ഒക്കെ നല്ല നിയ്യത്തോടു കൂടെ ഒരു 10 പേരുടെ 20 പേരുടെ 50 പേരുടെയൊക്കെ നോമ്പുതുറ ഏറ്റെടുക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് വിശുദ്ധ റമളാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണല്ലോ നോമ്പുതുറ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നോമ്പ് തുറപ്പിക്കുന്നവരുടെ പ്രതിഫലം എന്താണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ അതിനോടും സഹകരിക്കണം. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നേരത്തെ കാണിച്ചതിൽ വാട്സപ്പ് നമ്പറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ചാണ് പറയുന്നത്.
സൂറത്തുൽ ഇഖ്ലാസ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല, എല്ലാവർക്കും ഓതാൻ പറ്റും. പക്ഷെ അത് അക്ഷരശുദ്ധിയോടുകൂടെ തെറ്റുകൂടാതെ ഓതണം കേട്ടോ. പലപ്പോഴും ഇവിടെ പലരും നേരിട്ട് വരുമ്പോഴൊക്കെ അവർ നമ്മളോട് ഇങ്ങനെ അവർ ചെയ്യുന്ന ചില അമലുകളെക്കുറിച്ചൊക്കെ പറയും. എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് 100 തവണ ഓതാറുണ്ട്, 200 തവണ ഓതാറുണ്ട് എന്നൊക്കെ പലരും പറയും. ഉസ്താദിൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാ ദിവസവും 200 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതാറുണ്ടെന്ന് ഒരു ആൾ വന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പ്രയോഗിച്ച പ്രയോഗം ഇങ്ങനെ, ഉസ്താദ് ഞാൻ എല്ലാ ദിവസവും 200 കുൽഫു അല്ല ഓതലുണ്ട്. അവർ പറഞ്ഞു തന്നെ അങ്ങനെയാണ്, ഞാൻ എല്ലാ ദിവസവും 200 കുൽഫു അല്ല ഓതലുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്ത് 200 ഓതാൻ കാരണം? അപ്പോൾ പറഞ്ഞു 200 ഓതാൻ കാരണം 200 തവണ ഓതിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫല ഉസ്താദ് അതിൽ പറയും. ഞാൻ എന്നത് പറയാം, ഒരു 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 ഫല അതിന് കിട്ടും, ഒരു പ്രത്യേക ഫല അതിന് കിട്ടും, ഒരു അമലാണത് എന്ന് ഉസ്താദ് വീഡിയോയിൽ പറഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും ഓതലുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ്, നിങ്ങൾ കുൽഫു അല്ല ഓതെന്ന് പറയല്ലേ, അത് ശരിക്കും നിങ്ങൾ പഠിച്ചിട്ട് ഓതണം. കാരണം ഇപ്പോൾ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് യൂട്യൂബോ എന്തെങ്കിലും തുറന്ന് സൂറത്തുൽ ഇഖ്ലാസെന്നോ ഖുൽഹു അല്ലാഹുന്നോ അടിച്ചു കൊടുത്താൽ കിട്ടും. വലിയ വലിയ ഖാരികളും ഇമാമുമാരൊക്കെ ഓതുന്ന കിട്ടും. ആകെ 2-3 വരിയല്ലേ ഉള്ളൂ, അതൊന്ന് കേട്ട് പഠിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവർ അതൊന്ന് കൃത്യമായിട്ടൊന്ന് ആദ്യം കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ കേട്ടൊന്ന് എന്ത് ചെയ്യണം, അത് പഠിക്കൽ അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ തെറ്റോടുകൂടെ ഓതരുത്. ഇത് അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ പറയുന്ന, അള്ളാഹുവിൻ്റെ സമദാനീയത്തിനെ വിശദീകരിക്കുന്ന നമ്മുടെ കലിമയുടെ ഒരു സൂറത്തും കൂടെയാണത് അല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് സമർത്ഥിക്കുന്നൊരു സൂറത്താണ്. വളരെ ചെറിയ സൂറത്താണ്. 3 തവണ ഓതിയാൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന സൂറത്താണ്. അത് തെറ്റിച്ചോതല്ലേ, അത് കേട്ട് പഠിക്കണം ശരിക്ക്. അപ്പോൾ ഈ കുൽഫു അല്ലാ എന്ന് പറയുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, പ്രായമുള്ളവരിലൊക്കെ ഉണ്ട്. പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് പഠിക്കാൻ വേണം. അപ്പോൾ കുൽഫു അല്ലാ അല്ല, ഖുൽ ഹുവല്ലാഹു, അതിൻ്റെ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചോദനം, അപ്പോഴാണ് ആ ഫലമൊക്കെ നമുക്ക് ലഭിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ പറയുന്നത്, നേരത്തെ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ ഞാൻ, ഈ 200 തവണ ഓതിയെന്ന്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിനു മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജുമുഅ നിസ്കാരത്തിൽ നിന്നും സലാം വീട്ടിയ ശേഷം കാലുകൾ ചലിപ്പിക്കുന്നതിൻ്റെ നിവർത്തുന്നതിൻ്റെ മുമ്പ് ഫാത്തിഹയും ഇഖ്ലാസും ഫലഖും നാസും, ഫാത്തിഹ ഇഖ്ലാസ് ഫലഖ് നാസ് 7 തവണ ഓതിയാൽ അയാൾ ആദ്യം ചെയ്തതും അവസാനം ചെയ്തതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നു. ഇതിപ്പോഴും പല പള്ളികളിലും ഉണ്ട്, പല കുഗ്രാമങ്ങളിലും. നിങ്ങളുടെ മക്കളോടോ ഭർത്താക്കന്മാരോടോ ഉപ്പമാരോടോ ഒക്കെ സഹോദരിമാർ പള്ളിക്ക് പോകാൻ പറ്റൂലല്ലോ, ചോദിച്ചു നോക്കുക, ഇത് ഏതെങ്കിലും പള്ളിയിൽ ജുമാക്കുണ്ടോ, നിങ്ങളെ നാട്ടിലെ മഹലിലുണ്ടോയെന്ന്. ഇത് എൻ്റെ മഹല്ലത്തിലൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്ത്. അതായത് നിസ്കാരത്തു നിന്ന് സലാം വെട്ടിക്കഴിഞ്ഞാൽ അതേ ഇരുത്തത്തിലിരുന്ന് ജുമുഅയ്ക്ക് ശേഷം 7 തവണ ഫാത്തിഹയും 7 തവണ ഈ സൂറത്തുൽ ഇഖ്ലാസും 7 തവണ സൂറത്തുൽ ഫലഖും 7 തവണ സൂറത്തുൻ നാസ് ഓതിയിട്ടാണ് ബാക്കിയുള്ളതിലേക്കൊക്കെ പ്രവേശിക്കൽ. കുറച്ച് സമയം അതിനുണ്ട്. പക്ഷെ അങ്ങനെ അത് പഴയ കാലത്തെ ആലിമീങ്ങൾ അങ്ങനെ ചെയ്തു വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഒരു വിഷയം കണ്ടിട്ടാണ്. അതിൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്തിട്ടാൻ കാരണം അതൊക്കെ ഓതുമ്പോൾ ചിലർക്ക് തിരക്കുണ്ടായിട്ട് എഴുന്നേറ്റ് പോക്കാണ്, അതിൻ്റെ ഫലം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇനി നോക്കൂ, മഹാനരായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്നു, 2 വിഭാഗം ആളുകൾക്ക് സ്വർഗത്തിൽ ഇഷ്ടമുള്ളിടത്ത് താമസിക്കാം. 2 വിഭാഗം ആളുകൾക്ക്. ആ 2 വിഭാഗം ആളുകൾ ആരാണെന്നറിയോ? ഒന്ന് ഷഹീദാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായവർ, അവർക്ക് സ്വർഗത്തിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് താമസിക്കാം. രണ്ടാമത്തത് ദിവസേന 200 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവർക്ക്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അവർ ഖുൽ ഹുവല്ലാഹു 200 തവണ ഓതലുണ്ടെന്ന് പറഞ്ഞിട്ട്, അതാണ് 200 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തവർ സ്വർഗത്തിൽ ഇഷ്ടമുള്ളിടത്ത് താമസിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഓല് എത്തി എന്നുള്ളത് ഉറപ്പല്ലേ. ഇനി താമസിക്കുന്ന സ്ഥലം ഇഷ്ടമുള്ളിടത്ത് താമസിക്കുക. നരകത്തിലാണെങ്കിൽ ഒരാൾക്ക് സ്വർഗത്തിൽ ഇഷ്ടമുള്ളിടത്ത് താമസിക്കാൻ പറ്റുമോ? അപ്പോൾ സ്വർഗത്തിൽ ഇഷ്ടമുള്ളിടത്ത് താമസിക്കാൻ പറഞ്ഞാൽ സ്വർഗം അവനക്ക് നിർബന്ധമായി. ഇനിയിപ്പോൾ അവനക്ക് എവിടെ താമസിച്ചാലെന്താ, അവനക്ക് കിട്ടിയില്ലേ, അപ്പോൾ പറ്റുന്നവരത് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആരെങ്കിലും വീട്ടിലേക്ക് ചെന്ന ഉടനെ തന്നെ ഫാത്തിഹയും ഇഖ്ലാസും ഓതുകയാണെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകില്ല, ബറക്കത്ത് വർദ്ധിക്കും, അവരുടെ അയൽവാസികൾക്കും ബറക്കത്തുണ്ടാവും. ഇവിടെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത്, അയൽവാസിക്കാണ് വില എന്ന്. ഒരാളോട് വീടിൻ്റെ വില ചോദിച്ചപ്പോൾ അവിടെ അത്ര മാർക്കറ്റൊന്നും ഇല്ലല്ലോ, ചെറിയ പൈസക്ക് ആ സ്ഥലം കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ
ആ സ്ഥലത്തിനല്ല മാർക്കറ്റ്, അയൽവാസിക്കാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞില്ലേ. അയൽവാസിക്കാണ് വില ഇട്ടത്. അയൽവാസിക്ക് വില ഉണ്ട്. അയൽവാസി മോശമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിപ്പോൾ അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. കുറേ ആളുകൾ ഇതിൽ അനുഭവിക്കുന്നവരുണ്ടാകും. അയൽവാസി നന്നാവുക എന്നുള്ളത് വലിയൊരു ഗുണമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഒരാളെപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം. അവരോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? സൂറത്തുൽ ഇഖ്ലാസ് എനിക്കിഷ്ടമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങനെ ആ ഇഷ്ടം സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്നവരൊക്കെ സൂറത്തുൽ ഇഖ്ലാസ് എനിക്കിഷ്ടമാണെന്നുള്ളതെന്ന് എഴുതി അറിയിക്കണേ. ആ ഇഷ്ടം നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഉറങ്ങാനായിട്ട് ബെഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ 2 കൈപ്പത്തി ഇങ്ങനെ ചേർത്ത് പിടിച്ച് അതിൽ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തിനും ഓതിയിട്ട് ആ കൈകളെ കൊണ്ട് ശരീരത്തിൽ നിന്ന് സാധിക്കുന്ന ഭാഗത്തൊക്കെ തടവും. നബിതങ്ങൾ ചെയ്തിരുന്നതാണ്. ഈ തലയും മുഖവും ശരീരത്തിൻ്റെ മുൻകാവുമാണ് ആദ്യം നബിതങ്ങൾ തടയുക. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും തടവും. ഇങ്ങനെ 3 തവണ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നില്ല. മുത്തുനബി തങ്ങളാണ് ചെയ്യുന്നത്. നമുക്കെന്താ ചെയ്യാൻ പറ്റാത്തത്? എന്താ ചെയ്യാൻ കഴിയാത്തത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യവും കൂടെയാണ്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ പതിവാക്കി വെക്കുക. വലിയ ഫലം അത് കാരണമായിട്ട് കിട്ടും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മഹാനരായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വലിയ അമൽ എന്താണ്? സൂക്ഷ്മമോ ബാഹ്യമോ ആയ ഏതൊരു അറിവും മനഃപ്പാടമാക്കാൻ, ബുദ്ധിമുട്ടുള്ളതാവട്ടെ, ഇടങ്ങറുള്ളതാവട്ടെ, പഠിക്കാൻ പ്രയാസമുള്ള വിഷയങ്ങളാവട്ടെ, എന്താണെങ്കിലും മനഃപ്പാടമാക്കാൻ ഇരിക്കുന്ന സമയത്ത് ശുദ്ധമായൊരു പാത്രത്തിൽ നമ്മൾ പറയുന്ന ചില ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ എഴുതി സംസം വെള്ളം കൊണ്ട് മായ്ച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അല്ലെങ്കിൽ കുടിക്കുന്ന ആൾ ആരാവട്ടെ അവർക്ക് ഉദ്ദേശിച്ചവർക്ക് നമ്മൾ ആർക്കാണോ ഇത് മനഃപ്പാടാകണമെന്ന് വേണ്ടത് അവർക്കിത് കുടിക്കാൻ വേണ്ടി കൊടുക്കാം. ബിസ്മില്ലി കുടിക്കണം. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ കണ്ടതും കേട്ടതൊക്കെ ഓനക്ക് മനഃപ്പാടമാക്കാൻ ഉദ്ദേശിച്ചത് മനഃപ്പാടാക്കാൻ കഴിയും. ഖുർആൻ്റെ ബർക്കത്ത് കൊണ്ട് ഇത് പരീക്ഷിച്ചറിഞ്ഞൊരു അമലും കൂടെയാണ്. ഏതാണെന്ന് വെച്ചാൽ അർ-റഹ്മാൻ എന്ന് പറയുന്ന സൂറത്തിൽ ആദ്യം മുതൽ യസ്ജുദാൻ വരെ ഓരോ ഭാഗം നോക്കി വെക്കുക. ഞാൻ എഴുതിയിട്ടില്ല. അർ-റഹ്മാൻ എന്ന് പറയുന്ന സൂറത്തിലെ ആദ്യ ഭാഗം മുതൽ യസ്ജുദാൻ വരെയുള്ളത്. പിന്നെ ലാ തുഹരിക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ മുതൽ ബയാന വരെയുള്ളത്. പിന്നെ ബൽഹുവ എന്ന് തുടങ്ങിയിട്ട് മഹ്ഫൂള് വരെയുള്ളത്. പിന്നെ സൂറത്തുൽ അലഖിലെ ആദ്യം മുതൽ ബിസ്മി മുതൽ തുടങ്ങാൻ കേട്ടോ, യഅലം വരെയുള്ള ഭാഗങ്ങൾ. ഈ ഭാഗങ്ങൾ എഴുതിയിട്ട് അത് സംസം വെള്ളം കൊണ്ട് മായ്ച്ചു കുടിച്ചാൽ വലിയ അത്ഭുതം സംഭവിക്കും. കേട്ടതെല്ലാം മനഃപ്പാടമാകും. പഠിച്ചതൊന്നും മറക്കില്ല. അത്ര പവിത്രതയുള്ളതാണ്. അല്ലാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.